അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പെറ്റീഷനിൽ സൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് സൈൻ ചെയ്യണമെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഓൾറെഡി സൈൻ ചെയ്തു. അതിനകത്ത് ഡൊണേഷൻ വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡൊണേറ്റ് ചെയ്യണം. നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ് വന്നത്. ഒരുപാട് പേര് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്യാൻ പറ്റുന്നത് പെറ്റീഷനിൽ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് വെബ്സൈറ്റ് പേരും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെർച്ചിൽ പോവുക, ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം എടുക്കുക. ഞാനിപ്പോൾ ഗൂഗിളാണ് എടുത്തേക്കണം. അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്യുന്നതാണ് change.org. ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് അത് വന്നിട്ടാ. ഇപ്പോൾ ഒന്ന് ആയിക്കോട്ടെ, ബഫറിങ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ change.org എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതായത് പെറ്റീഷൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ഒരു ഫോട്ടോ, DP ഫോട്ടോ പോലെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള 3 ആരോലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം ഇതിനകത്ത് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡിസാസ്റ്റർ എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, സേവ് കേരള അഡ്വക്കേറ്റ് റസൽ ജോയ്. ഇതാണ് ഉറപ്പ് വരുത്തണം. ഇത് ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് തന്നെയാണ്. ഇവിടെ ഓൾറെഡി നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് സൈൻ ചെയ്തേക്കണ അക്കൗണ്ടാണ്. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ 17 ലക്ഷം ആയിരുന്നു. ഇപ്പോൾ 18 ലക്ഷം സൈൻ ആയിട്ടുണ്ട്. 1 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഇന്ന് തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. റീഡ് മോറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ട, നോക്കിയേ, റൈറ്റ് സൈഡിൽ കാണാം നിങ്ങൾക്ക് 30 ലക്ഷം സൈൻ നമുക്ക് വേണം. നമുക്കിപ്പോൾ നിലവിൽ അയക്കണത് 18,14,653 സൈനാണ്. നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ 6 ജില്ല, അതായത് പ്രോബ്ലം വരുന്ന 6 ജില്ലയിൽ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയണത്, ഒരു 1 കോടി ജനങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ 1 കോടി ജനങ്ങളിൽ 30 ലക്ഷം സൈനാണ് വേണ്ടത്. അപ്പോൾ സാറ് നേരത്തെ വീഡിയോയിൽ പറയുണ്ടായി ഒരു 12 ലക്ഷത്തിൻ്റെ സൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പെറ്റീഷൻ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ നമുക്ക് 30 ലക്ഷം സൈൻ ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് പ്രശ്നമാണെന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്കല്ല, നമ്മൾ എല്ലാവരും മരിച്ചു പോകും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ സാറിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഓൾറെഡി കാണാം 2018 ജൂൺ 26-ാം തീയതിയാണ് ഈ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 6 വർഷമായി. അപ്പോൾ നമുക്കിനി എന്താ പറയുക, ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് 95,830 പേര് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചിട്ടൊന്നും വരണില്ലല്ലോ. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് തോന്നണം. ഇല്ല വരുന്നുണ്ട്, കണ്ട. നിഖിൽ, ക്യാൻ യു ചിപ്പ് ഇൻ $2 ടു ഗെറ്റ് ദിസ് പെറ്റീഷൻ ഓൺ അജണ്ട. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോ ഐ വിൽ ഷെയർ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്താൽ അത് വരുന്നത് നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോം വഴി പെറ്റീഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ പെറ്റീഷൻ നമ്മൾ ആർക്കെങ്കിലും ലിങ്ക് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അത് എല്ലാവരും സൈൻ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനകത്ത് സ്കിപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല, ഡൊണേഷൻ സ്കിപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല. ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ, അതാണ് സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേണ്, കണ്ടോ. അവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം ഒരുപാട് പേരുടെ ചിപ്പിട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഓൾറെഡി സൈൻ ഇൻ ചെയ്തതാണ്. ഒന്നും കൂടി ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനൊന്ന് ലോഗിൻ ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത്, ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്താണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതായത് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് സൈൻ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഞാൻ ഓൾറെഡി കാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരുണ്ട്, ഈ കാർഡ് നമ്പറൊക്കെ അടിക്കുക. ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ചിപ്പിന് കൊടുക്കുക. ഇപ്പോൾ MBR എന്ന് പറയുന്നത് ഞാനിപ്പോൾ മാലദ്വീപ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടത്തെയാണ് കാണിക്കുന്നത്. മാലദ്വീപ്സൻ റുപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി കാണാം നിങ്ങൾക്ക് ഓരോരുത്തർ ചെയ്തേക്കണം, കണ്ടോ. ഓരോരുത്തർ സൈൻ ഇൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ മാൽക്കൺ ഫ്രാൻസിസ്, ബിനു ജേക്കബ്, സുനിൽ പ്രസാദ്, ഇവർ ഓരോരുത്തർ ഇങ്ങനെ ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യണേണ്. അപ്പോൾ ഡൊണേറ്റ് ചെയ്തിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ MBR 200 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം
ഞാൻ ചെയ്തപ്പോൾ $8 പറഞ്ഞത്. അപ്പോൾ $8 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 600ഓളം രൂപ വരുന്നുണ്ട്. 600 രൂപ ആയാലും കുഴപ്പമില്ല, നമ്മുടെ ജീവൻ നോക്കണം. കണ്ട, ഇപ്പോൾ സേവ് മൈ പേയ്മെൻറ്റ് ഇൻഫോ ഡിസ്പ്ലേ മൈ നെയിം ആൻഡ് പ്രൊമോഷൻ എമൗണ്ട് ഓഫ് ദിസ് പെറ്റീഷൻ. അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് മേളിൽ വരും. പിന്നെ നമുക്കൊരു റെസിപ്റ്റും വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനപ്പോൾ ഒന്ന് ബാക്കോട്ട് പോകണേണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ബാക്ക് പോകണേണ്, ബാക്ക് പോയിട്ട് ഒന്നും കൂടി ബാക്ക് പോട്ടെ. ഞാനെൻ്റെ ഇതൊന്ന് നോക്കട്ടെ. ഓക്കെ, ഈ കമൻറ്റിൽ നിന്ന് അടിച്ചിട്ടൊന്നും വരണ്ട. ഇപ്പോൾ ഏകദേശം 18,15,000 ആയി. കണ്ട, ഒരുപാട് പേര് കമൻറ്റ് ഐ വിഷ് ടു സേവ് കേരള. നിമിത ഷാജി 2 മിനിറ്റിന് മുന്നേ അയച്ചതാണ് കമൻറ്റ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താം. അത് ചെയ്തു തരില്ല എന്ന് പറയാൻ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെയും പോരാട്ടത്തിന് വിലയുണ്ട്. എല്ലാവരും ഇറങ്ങുക, പോരാടുക. നമ്മൾ ഡാം പണിയാണെന്നും പോകണ്ട, പെറ്റീഷനിൽ സൈൻ ചെയ്യുക, അതിനകത്ത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ചെയ്തോ. നമ്മളിപ്പോൾ സിനിമക്ക് പോകുന്നുണ്ട്, നിങ്ങളെപ്പോഴും കാര്യം ആലോചിക്കുക, നമ്മൾ ജനങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരുമില്ല. നമ്മളാണ് പവർ, നമ്മളുടെ അധ്വാനമാണ് പവർ. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോഡ് ടാക്സ് അടക്കുന്നുണ്ട്. റോഡ് ടാക്സ് അടച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു റോഡുണ്ട്. ഇപ്പം ഞാൻ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലൊക്കെ എടപ്പള്ളി പാലം, വർഷങ്ങൾക്ക് ശേഷമാണ് എടപ്പള്ളി മേൽപ്പാലം വരുന്നത് ഗേറ്റിൻ്റെ മേളിൽ. അതൊക്കെ കുണ്ടും കുഴിയാണ്, അത് ശരിയാക്കാനൊന്നുമില്ല. അപ്പം നമ്മുടെ നാട് ഒരിക്കലും നന്നാവില്ല, അത് വേറൊരു കേസ്. പക്ഷേ ഇത് നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വയനാട്ടിൽ സംഭവിച്ചതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമിക്കേണ്ടത്. നമ്മൾ ഇപ്പോഴാണ് പരിശ്രമിക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല. മരിക്കാൻ ഭയവുമില്ല. നമ്മൾ എന്തിനാണ്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ എന്തായാലും നമ്മൾ മരിക്കും. പക്ഷേ ഇപ്പോൾ ആ പുള്ളിക്കാരന് ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരും നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ചൂഷണം ചെയ്യുക, നമ്മുടെ പൈസ ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ എത്ര പണിയെടുത്താലും നമ്മളെല്ലാത്തിനും ടാക്സ് കൊടുക്കണം. സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പോയ GST ടാക്സ് അത് ഇതെന്ന് പറഞ്ഞാൽ അത് പോവും. എന്ത് സാധനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ കറണ്ട് കാശൊക്കെ ആയിരുന്നു കുറച്ച് കുറവാണ്, കറണ്ട് കാശ് എല്ലാം കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണത് ഞാൻ ചെയ്തേക്കണം, അതായത് എൻ്റെ പെറ്റീഷനാണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നോക്കിയേ, ഞാൻ സൈൻ ഇൻ എന്നും പറഞ്ഞ് കാണിച്ചേക്കണണ്ട. ഈസ് ദർ സം യു വാണ്ട് ചേഞ്ച് ബിൽഡ് സപ്പോർട്ട് ഇഷ്യൂ ക്യാൻ കെയർ അബൌട്ട്, അതൊന്നും വേണ്ട. ഞാൻ സൈൻ ഇൻഡ് ആണ്, ഓൾറെഡി ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തത്. അതാണ് ലൊക്കേഷൻ മാലദ്വീപ്സ് കാണിക്കണത്. ഞാൻ സൈൻഡിൽ ക്ലിക്ക് ചെയ്യണം. നോക്കിയേ, അതിനൊക്കെ കാണാം. സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡിസാസ്റ്റർ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഓൾറെഡി നമ്മൾ എന്താ പറയുക, സൈൻ ഇൻ ചെയ്തതിൻ്റെ പെറ്റീഷൻ്റെ ഇതാണ് കാണിച്ചേക്കണത്. ഓക്കെ, നിങ്ങൾക്ക് മെയിലും കൂടി കാണിച്ചു തരാം കേട്ടോ, മെയിലും കൂടി കാണിച്ചു തരാം. അതിനകത്ത് നമുക്ക് മെയിൽ വരും, നമ്മൾ അടിച്ചിരിക്കണ മെയിലിൽ നമ്മൾ പെറ്റീഷൻ സൈൻ ചെയ്തെന്നും പറഞ്ഞ് കൺഫേം ഒരു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരളമാണ് ഈ ലോകത്ത്. ഞാൻ പ്രവാസ ജീവിതം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ, ഇപ്പോൾ എൻ്റെ ഇത് 3ാമത്തെ രാജ്യമാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കണം. ആദ്യം ഒമാനിൽ പോയി, അത് കഴിഞ്ഞ് ദുബായിൽ ഒരു 6.5 വർഷം, അത് കഴിഞ്ഞ് മാലദ്വീപ്സിൽ വന്നിട്ട് ഇപ്പോൾ 9ാമത്തെ മാസമാണ്. ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ കേരളം പോലത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംസ്ഥാനം, ഞാൻ വീണ്ടും പറയുന്നതാണ്, മഴക്ക് മഴ, തണുപ്പിന് തണുപ്പ്, ചൂടിന് ചൂട്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എല്ലാം അത് നമ്മൾ തന്നെ നശിപ്പിച്ച് വെച്ചേക്കണതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആഗോളതാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് രസമാണെന്ന് അറിയാമോ. ഇപ്പോഴും രസത്തിനൊരു കുറവില്ല. പക്ഷേ രസങ്ങൾ ഇനിയും കാണാതിരിക്കണോ, കാണാൻ വേണ്ടി നമ്മളും പോകാത്ത ഇനി എന്തോരം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഇനിയും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മഹാകുരിശൊക്കെ എടുത്ത് മാറ്റണം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. നിങ്ങൾ റസൽ ജോയ് സാറ്, പുള്ളിക്കാരൻ എത്ര വർഷങ്ങളായിട്ട് ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം, ചെയ്യാതിരിക്കരുത്. ഞാനതാണ് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത് നിങ്ങളോട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ഇത്. ഡൊണേഷൻ കാണിക്കുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും. സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് എനിക്ക് സ്കിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പൈസയൊന്നും നോക്കിയില്ല. ഒരു 600 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതുപോലെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൊരു തൊഴിലാളിയാണ്, ഒരു ദിവസത്തെ നമ്മുടെ പണിക്കാശിൻ്റെ പകുതിയാണ് അയക്കണത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. നമ്മൾ സിനിമക്ക് പോകുന്നുണ്ട്, ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്,
സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്, കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പല രീതിയിലും നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നമ്മൾ നമ്മുടെ രീതിയിൽ പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ഈ 600 രൂപ വേണ്ടി ചിലവാക്കണം ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നതാണ്. നമ്മുടെ കേരളം നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജനങ്ങൾ മുമ്പോട്ട് ഇറങ്ങും. നമുക്ക് ഇപ്പോൾ മുമ്പോട്ട് ഇറങ്ങിയില്ലെങ്കിൽ പെറ്റീഷൻ ത്രൂ ആയിട്ട്, കാര്യം ഓൾറെഡി സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്തിട്ടാണെങ്കിലും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കാരനെ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ ഒരുപാട് മാധ്യമങ്ങളിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 128 വർഷം പഴക്കമുള്ള ആ ഡാമിനെ പിടിച്ചു നിർത്തിയേക്കണത് നമ്മുടെ ഭാഗ്യം. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ഇനിയും ആയുസ് ഉള്ളത് കൊണ്ട് ദൈവം തമ്പുരാൻ പിടിച്ചു നിർത്തിയേക്കണത്. സത്യമായിട്ടും ആ വയനാട്ടിലെ ഒരു ദുരന്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് മരിച്ചുപോയി. നമ്മുടെ മലയാളികൾ, നമ്മുടെ സ്വന്തം മക്കൾ, കുഞ്ഞുങ്ങൾ, ചേട്ടന്മാർ, ചേച്ചിമാർ, അമ്മമാർ, അപ്പന്മാർ, അനീത്തിമാർ, അങ്ങനെ എന്ന് വേണ്ട നമ്മുടെ കൂടപ്പിറപ്പുകൾ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മലയാളികളാണ്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ് മരിച്ചു പോയേക്കണത്. അപ്പോൾ അവരുടെ രക്തസാക്ഷിത്വം എന്നുള്ള രീതിയിൽ അവരുടെ ആ മരണം മൂലം നമ്മുടെ ബാക്കിയുള്ള ജനറേഷൻ, അതായത് അടുത്തൊരു തലമുറക്കെങ്കിലും ഈ വലിയൊരു ഇഷ്യൂ വരാതിരിക്കട്ടെ. നമ്മൾ മരിക്കണേക്കാളും വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോമൺ സ്ഥലത്ത് ഇങ്ങനെ സൈൻ ഇൻ ചെയ്യണത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ സൈൻ ചെയ്തേക്കണമെങ്കിൽ ഇവിടെ കാണാം. ഇനി ഞാൻ ബാക്ക് പോയിട്ട് മെയിലിൻ്റെ കൺഫേം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബാക്ക് പോകണേണ് കൈ. മെയിൽ തുറന്നിട്ട് നോക്കിയേ. താങ്ക് യു ഫോർ കോൺട്രിബ്യൂഷൻ ടു സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ചേഞ്ച് ജോർജ് എന്ന് പറഞ്ഞേക്കണേണ്. ഇങ്ങനെ പ്രൊമോട്ടിങ് ദിസ് പെറ്റീഷൻ പ്രൊമോട്ട് ചെയ്യണതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ സ്പ്രെഡിങ് അവയർനെസ് ഓഫ് ദിസ് പെറ്റീഷൻ യു ചിപ്ഡ് ഇൻ MBR 200 ടു പ്രൊമോട്ട് അഡ്വക്കേറ്റ് റസോൾ ജോയ് പെറ്റീഷൻ. നമ്മൾ ഈ പൈസ സാറിന് കിട്ടണമെന്നല്ല കേട്ടോ, നമ്മൾ ഈ പെറ്റീഷനെ പ്രൊമോട്ട് ചെയ്യണതാണ്. അതാണ് ആ ഒരു എമൗണ്ട് അതിനകത്ത് കാണിക്കുന്നത്. യുവർ കോൺട്രിബ്യൂഷൻ ഗോസ് ടുവാർഡ്സ് ഫീച്ചറിങ് ദിസ് പെറ്റീഷൻ 333 മോർ ടൈംസ് ഓൺ change.org ടു പൊട്ടൻഷ്യൽ സപ്പോർട്ടേഴ്സ്. ഇതാണ് കണ്ട പെറ്റീഷൻ. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരിഫ് മുഹമ്മദ് ഖാൻ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ. പേയ്മെൻറ്റ് സമ്മറി, എമൗണ്ട് പെയ്ഡ്, ബിൽഡ്, ട്രാൻസാക്ഷൻ ID, ഓഫൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് കൺഫേം. ഇത് 200 MBR എന്ന് പറയേണ്ടത് നമ്മുടെ നാട്ടിൽ 600 രൂപ ആയിട്ടേ വരുന്നുള്ളൂ. 600-650 രൂപ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യണം. 650 രൂപ പോകണമെങ്കിൽ പോട്ടേന്നേ. ഇനി ഒരു വാഗ്ദാനം കൂടി തരും. മന്ത്രിമാരൊക്കെ പറയണ പോലെ എനിക്കറിയില്ല എന്തൊക്കെയാവും. എന്തെങ്കിലും എൻ്റെ ചാനൽ നമ്മുടെ അമേരിക്കയിലെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ പോലെ അങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളുടെ 650 രൂപ ഞാൻ തന്നിരിക്കും ഉറപ്പായിട്ടും. വെറും ബാക്കിയല്ല, ഞാൻ ഭൂമിയിൽ ജീവനോടെ ഉണ്ട്, ഈ ചാനൽ റീച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കും. കാര്യം നിങ്ങൾക്ക് ഇനി ഒരു പൈസ നഷ്ടമായിട്ട് തോന്നണ്ട. അതിനുള്ള വരുമാനം ദൈവം എനിക്ക് തരാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു മുഖേനെ എൻ്റെ കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് ചെയ്ത് തന്നിരിക്കും, ഉറപ്പാണ്. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് എനിക്ക് കൺഫർമേഷൻ വന്ന മെയിൽ ID ഞാൻ സൈൻ ചെയ്തു. 30 ലക്ഷം വോട്ടിൽ 30 ലക്ഷം സൈനിൽ 18,15,000 സംതിങ് സൈൻ ആയിട്ടുണ്ട്. ബാക്കിയും വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തണേണ്. ഞാൻ ഇതിനകത്ത് ഇൻട്രോയും ഔട്ട്രോയും ഒന്നും പറയണമൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വരും ദിവസങ്ങളിൽ എൻ്റെ ഡ്യൂട്ടി ടൈമിംഗ് ഇതായതുകൊണ്ട് എനിക്കൊന്നും വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എല്ലാം ലാഗടിക്കണത്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണതാണ്. എല്ലാവരും ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പോൾ അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരെ മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാടാ, ചത്താലും ഒറ്റക്കെട്ടാണ് കേട്ടല്ല. പൊളിക്കും, നമ്മൾ പൊളിച്ചിരിക്കും.